കോഴിക്കോട് ബേപ്പൂരിൽ ബാർജ് കടലിൽ മുങ്ങിയ അപകടമുണ്ടായിരിക്കുന്നു. ചേറ്റുവയിൽ നിന്നും കാസർകോട്ടേക്ക് പോവുകയായിരുന്ന ഷൺമുഖ എന്ന ബാർജാണ് മുങ്ങിയത്. ബേപ്പൂരിൽ നിന്നും 8.2 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടമുണ്ടായത്. യന്ത്ര തകരാറാണ് അപകട കാരണം. ബാർജിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. AK അഭിലാഷുണ്ട് വിവരങ്ങൾ നൽകാൻ. AK അഭിലാഷ്, 2 പേരാണോ ഉണ്ടായിരുന്നത്? അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ബേപ്പൂർ ലൈറ്റ് ഹൗസിൽ നിന്ന് ഏതാണ്ട് 4.2 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് തിരിച്ചിരിക്കുന്ന ഈ ബാർജാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇത് വലിച്ചു കൊണ്ടുപോകുന്ന ടഗ് ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ ഈ ബാർജിലുണ്ടായിരുന്ന 2 പേരെ ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബാർജ് ആ സമയത്ത് തന്നെ കടലിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഏതാണ്ട് 15 മീറ്ററോളം താഴ്ച അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബാർജ് കടലിലെ ഏതോ വസ്തുവിൽ ഇടിച്ചാണ് ഇത്തരത്തിൽ തകരാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഈ ടഗ് ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ പോലീസും അതോടൊപ്പം തന്നെ പോർട്ടിൽ നിന്നുള്ള ആളുകളുമൊക്കെ ഈ ബാർജിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ സുരക്ഷിതമാണ്, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സുരക്ഷിതമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും ബാർജിലുണ്ടായിരുന്ന ആളുകളോട് നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് നൽകിയിരിക്കുന്നത്. അവർ അല്പസമയങ്ങൾക്കകം തന്നെ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ബേപ്പൂരിലേക്ക് അടക്കം അവരെത്തില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും അതോടൊപ്പം തന്നെ ബാർജിൽ ഈ ടഗ് ബോട്ടിലുള്ള ഇന്ധനമടക്കം പര്യാപ്തമായ നിലയിലാണ് എന്ന് പറയുന്നു. അതായത് അപകടകരമായ സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് ബാർജ് കടലിൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ശ്രുതി, ശരി. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.